നമസ്കാരം. BBC പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സെയിൽസ് കോട്ടയം തൊടുപുഴ. കരിങ്കുന്നത്ത് 5 കടകളിൽ മോഷണം, 10,000ങ്ങളുടെ നഷ്ടം. കരിങ്കുന്നം ടൗണിലെ 5 കടകളിലാണ് ചൊവ്വാഴ്ച രാത്രി മോഷണം നടന്നത്. മുട്ടം ടൗണിലെ ഓടകൾ വൃത്തിയാക്കുവാൻ പഞ്ചായത്ത് അധികൃതരോട് ആവശ്യപ്പെട്ടവർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിൽ പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ മുട്ടം ടൗണിലെ ഓട ശുചീകരണം നടത്തി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ തൊടുപുഴ ബ്ലോക്ക് കൺവെൻഷൻ നടന്നു. KSSPU സംസ്ഥാന ജനറൽ സെക്രട്ടറി R. രഘുനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു. പൂമാല പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ അടിയന്തരമായി സ്ഥിര ഡോക്ടറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പൂമാല സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ പൂമാല പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ ധർണ നടത്തി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സെക്രട്ടേറിയറ്റ് അംഗം AM സോമദാസ് ഉദ്ഘാടനം ചെയ്തു. ഇടവെട്ടി ഔഷധ സേവയ്ക്കുള്ള അവസാനഘട്ട ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓഗസ്റ്റ് 1 മുതൽ രാവിലെ 6-ന് ഔഷധ സേവ ആരംഭിക്കും. പുളിമൂട്ടിൽ സെയിൽസ് കോട്ടയം തൊടുപുഴ തൃശൂർ. വാർത്തകൾ വിശദമായി. കരിങ്കുന്നത്ത് 5 കടകളിൽ മോഷണം, 10,000ങ്ങളുടെ നഷ്ടം. കരിങ്കുന്നം ടൗണിലെ 5 കടകളിലാണ് ചൊവ്വാഴ്ച രാത്രി മോഷണം നടന്നത്. JJ സൂപ്പർ ഷോപ്പ്, വൈഗ DTH, ചെറുപുഷ്പം ടെക്സ്റ്റൈൽസ്, കൊമ്പൻസ് ഉണക്കമീൻ കട, സിമ്പിൾസ് ലേഡീസ് ടൈലറിംഗ് സെന്റർ എന്നിവിടങ്ങളിലാണ് കടകളുടെ താഴുകൾ തകർത്ത് മോഷ്ടാക്കൾ കവർച്ച നടത്തിയത്. കൊമ്പൻസ് ഉണക്കമീൻ കടയിൽ നിന്നും 6,000 രൂപയും JJ സൂപ്പർ സ്റ്റോഴ്സിൽ നിന്നും 6,000 രൂപയും കിലോ കണക്കിന് മുന്തിയിനം മണ്ടിപ്പരിപ്പും ചെറുപുഷ്പം ജോലിക്കടയിൽ നിന്ന് 1,000 രൂപയും മോഷ്ടാക്കൾ അപഹരിച്ചു. മോഷണത്തിനായി ഇത്തവണ കരിങ്കുന്നം പോലീസ് സ്റ്റേഷനിൽ നിന്നും വിളിപ്പാടകലെ പാലാ റോഡിലെ അടുത്തടുത്ത കടകളാണ് മോഷ്ടാക്കൾ തെരഞ്ഞെടുത്തതെന്നും മോഷണത്തിനിരയായ കച്ചവടക്കാരിൽ പലരും തങ്ങൾക്ക് നേരിട്ട സാമ്പത്തിക നഷ്ടത്തെപ്പറ്റി പരാതിപ്പെടുന്നില്ലെന്ന് അറിയിച്ചതും ശ്രദ്ധേയമാണ്. കരിങ്കുന്നത്തെ കച്ചവട സ്ഥാപനങ്ങൾക്ക് നേരെ നടക്കുന്ന മോഷണങ്ങൾക്കെതിരെ നടപടികൾക്കായി അധികാരികളെ സമീപിക്കുമെന്ന് മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികളായ ജോൺ മുതുപ്ലാക്കിലും ബിജോയ് തട്ടാമറ്റവും പറഞ്ഞു. കരിങ്കുന്നം പഞ്ചായത്തിൽ ഈ കഴിഞ്ഞ രാത്രി തന്നെ 6 കടകൾ കുത്തി തുറന്നു. ഇത് ഈ അടുത്ത കാലത്ത് കുറച്ച് പറഞ്ഞിരിക്കുകയായിരുന്നു. ഇതിൽ ഇടപെട്ട് ഇങ്ങനെ മോഷണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിന് ശാശ്വതമായിട്ടൊരു പരിഹാരം ഉണ്ടാക്കാൻ സംവിധാനം ഉണ്ടാവണം നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ കരിങ്കുന്നത്തെ വ്യാപാരി വ്യവസായികൾക്ക് ഇതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നതുകൊണ്ട്. പല പ്രാവശ്യമായി ഇത് പ്രാവശ്യവും 6 കടകൾ ഒരുമിച്ച് തുറന്നത്. അപ്പം അതിന് പോലീസിൻ്റെ ഭാഗത്തുനിന്നും മറ്റെല്ലാ ഭാഗത്തുനിന്നും വേണ്ട നടപടികൾ ഉണ്ടാകണമെന്ന് വ്യാപാരി വ്യവസായ ഒറ്റ രാത്രി കൊണ്ട് 6 കടകളാണ് തുറന്നിരിക്കുന്നത്. സാമ്പത്തിക നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. അതുപോലെ ചില ഭാഗത്തുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ശരിയായ കണക്കാക്കിയിട്ടില്ല, കണക്കായിക്കൊണ്ടിരിക്കുക. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ ഡിഗ്രി കോഴ്സിലേക്ക് ചേർന്ന നവാഗതർക്ക് കേരള സ്റ്റുഡൻസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കൂടിയാണ് അക്ഷരവിളക്കുകൾ വെൺപ്രഭ ചുരിയുന്ന ന്യൂമാൻ കുടുംബത്തിന്റെ തിരുമുറ്റത്തേക്ക് നവാഗതർക്ക് സ്വാഗതമരളിയത്.
ടൗണിലെ ഓടകൾ വൃത്തിയാക്കുവാൻ പഞ്ചായത്ത് അധികൃതരോട് ആവശ്യപ്പെട്ടവർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിൽ പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ മുട്ടം ടൗണിലെ ഓട ശുചീകരണം നടത്തി. BJP ജില്ലാ പ്രസിഡന്റ് PA വേലക്കുട്ടൻ, ബിനു കൈമൾ, PR വിനോദ്, നിയോജകമണ്ഡലം പ്രസിഡന്റ് K സജി, സുശീലൻ നായർ, ബിജു നെല്ലിക്കുന്നേൽ, MN മോഹൻ, സുരേഷ് നാരായണൻ, ബിജീഷ് ബാലൻ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഓട നന്നാക്കണമെന്നാവശ്യപ്പെട്ട BJP പ്രവർത്തകർക്കെതിരെ കള്ളക്കേസ് നൽകിയ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ മുട്ടം ടൗണിൽ പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. വർഷങ്ങളായി പഞ്ചായത്തിന് മുമ്പിലുള്ള ഓട സ്ലാബ് ഒടിഞ്ഞ് വീണ് മണ്ണടഞ്ഞ് ഹോട്ടൽ വേസ്റ്റ് അടക്കം ഈ റോഡിലൂടെ ഒഴുകുന്ന സമയത്ത് മുട്ടം ടൗണിലെ വ്യാപാരികളും ഓട്ടോറിക്ഷക്കാരും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമൊക്കെ മുട്ടം ഗ്രാമപഞ്ചായത്തിന് മുമ്പിൽ ചില നിവേദനങ്ങൾ വയ്ക്കുകയും എത്രയും വേഗം ഈ ഓട ശുചീകരിച്ചുകൊണ്ട് മാലിന്യ പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതാണ്. പക്ഷേ ഭരണസമിതി അത് മുഖവിലേക്ക് എടുത്തില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം പ്രശ്നമുള്ള പ്രദേശമല്ല മറ്റു ചില പ്രദേശങ്ങളിൽ JCB ഉപയോഗിച്ചുകൊണ്ട് ഓട ശുചീകരിക്കുന്ന പ്രവർത്തനം നടത്തിയപ്പോൾ യഥാർത്ഥ പ്രശ്നം ഇവിടെയല്ല എന്നും പഞ്ചായത്തിന് മുമ്പിലുള്ള മണ്ണ് തടസ്സമാണ് നീക്കേണ്ടതെന്നും BJPയുടെ അടക്കമുള്ള പ്രവർത്തകർ, CPMന്റെ അടക്കം പ്രവർത്തകർ ആവശ്യപ്പെട്ടപ്പോൾ അതിനെ ധിക്കാരഭാവത്തിലൂടെ കണ്ടുകൊണ്ട് അവർക്കെതിരെ കേസ് കൊടുക്കുവാൻ തയ്യാറാകുകയാണ് ഈ ഗ്രാമം ഭരിക്കുന്ന ഭരണാധികാരികൾ ചെയ്തത്. മുട്ടം ടൗണിലെ ഓട വൃത്തിയാക്കിക്കൊണ്ടിരുന്ന ആളുകളെ അസഭ്യം പറയുകയും ആക്രമിക്കുകയും ചെയ്തവർക്കെതിരെ കേസ് ഫയൽ ചെയ്യണമെന്ന് പഞ്ചായത്ത് ഭരണസമിതിയും പ്രതിപക്ഷവും ഏകകണ്ഠമായി തീരുമാനമെടുത്തിരുന്നതായി മുട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന ജോർജ്. എന്നാൽ കഴിഞ്ഞ കമ്മിറ്റിയിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നിട്ടില്ലെന്നും അതുകൊണ്ടാണ് തങ്ങൾ കമ്മിറ്റി ബഹിഷ്കരിച്ച് പ്രകടനം നടത്തിയതെന്നും പ്രതിപക്ഷ അംഗം ബിജു സി ശങ്കർ VBC ന്യൂസിനോട് പറഞ്ഞു. ടൗണിലെ ഓടകൾ വൃത്തിയാക്കുന്നത് സംബന്ധിച്ചത് മാത്രമുള്ള ഒരു അടിയന്തര കമ്മിറ്റിയാണെന്ന് വിളിച്ചിരുന്നത്. ഈ കമ്മിറ്റിയിൽ അനൗദ്യോഗികമായ ചർച്ച വരികയും അതും പ്രകാരം നമ്മളെ മനഃപൂർവ്വം ശരിക്കും അവരുടെ ഭരണ സാധ്യത ഉപയോഗിച്ച് അല്ലെങ്കിൽ മൃഗീയമായ ഭൂരിപക്ഷം ഉപയോഗിച്ച് നമ്മളെ അടിച്ചമർത്തിക്കൊണ്ട് ഇതിനെ ആളുകൾക്കെതിരെ കള്ളക്കേസ് കൊടുക്കുന്നതിന് തീരുമാനിക്കുന്ന ഒരവസ്ഥ ഉണ്ടായത്. അവർ ഈ 19ാമത്തെ കമ്മിറ്റി തീരുമാനം വളച്ചൊടിച്ചു കൊണ്ടുവന്ന് 23-ാം തീയതി വരെ വലിച്ചു നീട്ടി അവരുടെ പാർട്ടി ഓഫീസിലിരുന്ന് തീരുമാനപ്രകാരം ഇന്ന ആളുകളെ അല്ലെങ്കിൽ അവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ആളുകളെ മാത്രം ബലിയാടാക്കിക്കൊണ്ടുള്ള ഒരു പ്രവണതയാണ് ഈ മുട്ടം ഗ്രാമപഞ്ചായത്ത് നടക്കുന്നത്. ഈ കള്ളക്കേസ് പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടപ്പോൾ അവർ അത് സാധിക്കില്ല, കേസ് കൊടുത്തതിന് തുടർന്ന് തന്നെ പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ഈ പഞ്ചായത്ത് കമ്മിറ്റിയിൽ നിന്ന് LDF മെമ്പർമാർ വാക്കൗട്ട് ചെയ്ത് പുറത്തു പോന്നിരിക്കുന്നത്. കഴിഞ്ഞ 18-ാം തീയതി പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ മുട്ടം ടൗണിൽ ഓടകൾ ശുചീകരിക്കുന്നതിന് വേണ്ടി സർവ്വസന്നാഹങ്ങളുമായി ശുചീകരണ നടപടികൾ ആരംഭിക്കുകയും എന്നാൽ ചില തൽപര കക്ഷികൾ അസഭ്യം പറഞ്ഞുകൊണ്ട് പണി തടസ്സപ്പെടുത്തുകയും ഉണ്ടായി. ഇതിനിടെ 19-ാം തീയതി അടിയന്തര കമ്മിറ്റി ഐക്യകണ്ഠേന LDF മെമ്പർമാർ ഉൾപ്പെടെ അവർക്കെതിരെ പരാതി കൊടുക്കുന്നതിന് തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ ഇന്നേ ദിവസം 30/7/2014 നടന്ന കമ്മിറ്റിയിൽ അസഭ്യവർഷത്തിനും ആക്രോശത്തിനും ഇരയായ ഇതേ LDF മെമ്പർമാർ കേസ് വേണ്ടെന്ന് പറഞ്ഞ് കമ്മിറ്റി ബഹിഷ്കരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ വെള്ളിയാഴ്ച രാവിലെ 10-ന് ജില്ലാ ക്ഷേമസമിതി ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള സ്റ്റേറ്റ് കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ഈ വരുന്ന 1-ാം തീയതി ആഗസ്റ്റ് മാസം 1-ാം തീയതി ജില്ലാ ക്ഷേമനിധി ഓഫീസ് ധർണയും നടത്തപ്പെടുകയാണ്. കേരളത്തിലെ ലക്ഷക്കണക്കിന് നിർമ്മാണ തൊഴിലാളി മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെ അവകാശ സംരക്ഷണം നിലനിർത്തുവാനും
അവരുടെ തൊഴിലിന് സുരക്ഷിത ഉറപ്പുവരുത്തുവാനും വേണ്ടിയുള്ള 9 ഡിമാൻഡുകൾ അടങ്ങുന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ക്ഷേമനിധി ഓഫീസ് ധർണ ഞങ്ങൾ നടത്തുന്നത്. വരുന്ന 1-ാം തീയതി രാവിലെ 10 മണിക്ക് തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ നിന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത് INTUCയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ജി രാജു ധർണ ഉദ്ഘാടനം ചെയ്യുന്നു. തുടർന്ന് ജാഥയായി ക്ഷേമനിധി ഓഫീസ് പടിക്കൽ എത്തുകയും ധർണ ഉദ്ഘാടനം KPCCയുടെ പ്രിയപ്പെട്ട സെക്രട്ടറി ശ്രീ ഇബ്രാഹിം കുട്ടി കല്ലാർ നിർവഹിക്കുന്നതുമാണ്. പരിപാടിയിൽ UDFൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട കൺവീനർ ശ്രീ അഡ്വക്കേറ്റ് അശോകൻ, DCCയുടെ സെക്രട്ടറി ശ്രീ EK വാസു, DCC സെക്രട്ടറിമാരായ ശ്രീ ജോയ് ചീമ്പാറ, INTUCയുടെ സംസ്ഥാന നിർവാഹക സമിതി അംഗം ശ്രീ ജോയി മൈലാടി, INTUCയുടെ റീജിയണൽ പ്രസിഡന്റും തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമായ ശ്രീ TJ ജോസഫ് തുടങ്ങിയ പ്രഗത്ഭരും നേതാക്കന്മാർ ധർണാ സമരത്തെ അഭിസംബോധന സംസാരിക്കുന്നതാണ്. ക്ഷേമനിധി ഓഫീസിന് മുന്നിലേക്ക് നടക്കുന്ന മാർച്ച് INTUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജി രാജു ഉദ്ഘാടനം ചെയ്യും. ധർണാ സമരം KPCC സെക്രട്ടറി ഇബ്രാഹിം കുട്ടി കല്ലാർ ഉദ്ഘാടനം ചെയ്യും. UDF ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് S അശോകൻ മുഖ്യപ്രഭാഷണം നടത്തും. DCC സെക്രട്ടറി ജോയ് വെട്ടുകുഴി, EK വാസു, ബേബി ചീമ്പാറ, KV സിദ്ധാർത്ഥൻ, TJ ജോസഫ് തുടങ്ങിയവർ പ്രസംഗിക്കും. വാർത്താസമ്മേളനത്തിൽ ജെയിംസ് മാമൂട്ടിൽ, ശശി കണിയാലയിൽ, NM ജോസ്, INTUC ജില്ലാ സെക്രട്ടറി ബിസു VB, റഹീം പുറമടത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ബാലഗോകുലം ഉടുമ്പന്നൂർ മണ്ഡലത്തിന്റെയും വിവിധ ഹൈന്ദവ സമുദായ സംഘടനകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 15 നടത്തുന്ന ശ്രീകൃഷ്ണ ജയന്തി വിപുലമായി നടത്തുവാൻ 101 അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു. തട്ടക്കുഴ രവി മുഖ്യ രക്ഷാധികാരി, KP ഉണ്ണികൃഷ്ണൻ, ശ്രീലത S നായർ മാതൃസമിതി രക്ഷാധികാരി, AP ചിദംബരംപിള്ള, അരുൺ ശശിധരൻ, NV അനിൽകുമാർ, S വിഷ്ണു, AK മനോജ്, വികാസ് ചന്ദ്രൻ, ശരത് ശശിധരൻ എന്നിവരെ വിവിധ കമ്മിറ്റി ഭാരവാഹികളായി തെരഞ്ഞെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ തൊടുപുഴ ബ്ലോക്ക് കൺവെൻഷൻ നടന്നു. പെൻഷൻ ഭവനിൽ നടന്ന കൺവെൻഷൻ KSSPU സംസ്ഥാന ജനറൽ സെക്രട്ടറി R രഘുനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു. സംഘടന ഈ ആവശ്യങ്ങൾ അംഗീകരിപ്പിക്കുന്നതിനോ ഇല്ലെങ്കിൽ ഈ വരുന്ന ഒരു വർഷക്കാലം നടത്തേണ്ട പ്രവർത്തനങ്ങളെ സംബന്ധിച്ചോ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കുന്നതിൻ്റെ കടമ ഓരോ ബ്ലോക്കിൽ നിന്നും ഓരോ യൂണിറ്റിൽ നിന്നും ബ്ലോക്കിലേക്കും ബ്ലോക്കുകളിൽ നിന്ന് ജില്ലകളിലേക്കും ഒക്കെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള നേതാക്കളുടെ ചുമതല. ആ ചുമതല നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആഗസ്റ്റ് 5-ാം തീയതി നടക്കുന്ന ധർണയും പ്രകടനവും വിജയിപ്പിക്കുക എന്നത്. ആ ധർണയും പ്രകടനവും വിജയിപ്പിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്തുകൊണ്ടാണ് ഫലപ്രദമായി ശക്തമായി നടത്തേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് നമുക്കൊരു ധാരണ. ആ ധാരണ രൂപപ്പെടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ രൂപപ്പെടുമ്പോൾ നമ്മുടെ സംഘടന ഈ മേഖലയിലെ മറ്റു സംഘടനകളിൽ നിന്നും വ്യത്യസ്തമായ സംഘടന, ഈ മേഖലയിലല്ല മറ്റു പല സംഘടനകളിൽ നിന്നും വ്യത്യസ്തമായ സംഘടന. നമ്മുടെ സംഘടനയുടെ പറഞ്ഞു വരുമ്പോൾ ആവർത്തനമാണെങ്കിലും നമ്മുടെ ശ്രദ്ധയിൽ വരേണ്ട ഒരു കാര്യം 92-ലാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഉണ്ടാകും. ബ്ലോക്ക് സെക്രട്ടറി E ചെല്ലപ്പൻ, പ്രസിഡന്റ് KV മാത്യു, K കൃഷ്ണമൂർത്തി, ജില്ലാ സെക്രട്ടറി VK രാഘവൻ നായർ, സാംസ്കാരിക വേദി ജില്ലാ കൺവീനർ ജോസഫ് മൂലശ്ശേരി, വനിതാ സബ് കമ്മിറ്റി മെമ്പർ MJ മേരി, KD സുകുമാരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ജില്ലാ പ്രസിഡന്റ് KP ഗോപി മുഖ്യപ്രഭാഷണം നടത്തി.